എൻ്റെ പേര് ആതിര. ഞാൻ പൂവച്ചിൽ നിന്ന് കടന്നു വരുന്നു. 2023 ഓഗസ്റ്റ് മാസം എൻ്റെ ബ്രസ്റ്റിൽ ഒരു വേദന ഉണ്ടാവുകയും അതൊരു മുഴയാണെന്ന് തോന്നുകയും ചെയ്തു. പിറ്റേന്ന് തന്നെ ആശുപത്രിയിലേക്ക് കടന്നുപോയി. ഡോക്ടർ പറഞ്ഞത് സ്കാൻ ചെയ്യണം, അതുപോലെ തന്നെ ക്യാൻസർ ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടി കുത്തി പരിശോധനയ്ക്ക് കടന്നു പോകണം. അന്ന് തന്നെ ബ്രദറിനെ കാണാൻ കാട്ടാക്കട പ്രയർ ടവറിൽ വന്നു. ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ക്യാൻസർ അല്ല, ധൈര്യമായിട്ട് പോയിട്ട് വരിക. അതുപോലെ തന്നെ പ്രാർത്ഥിച്ച എണ്ണയും വെള്ളവും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നു. വളരെ വിശ്വാസത്തോടെ ഞാനത് ഉപയോഗിച്ച് സ്കാനിങ്ങിന് കടന്നുപോയി. സ്കാനിങ് റിസൾട്ട് വന്നപ്പോൾ 3 ദിവസം കഴിഞ്ഞു. റിസൾട്ടിൽ ക്യാൻസർ അല്ല, അത് ഒരു ഇൻഫെക്ഷനാണ് എന്നായിരുന്നു. അന്ന് തന്നെ റിസൾട്ട് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ 5 ദിവസത്തേക്ക് ആൻറ്റിബയോട്ടിക്കാണ് തന്നത്. പക്ഷേ മുഴയുടെ വലിപ്പം കുറച്ച് കൂടുതലായതുകൊണ്ട് അത് സർജറി ചെയ്ത് മാറ്റണം എന്ന് പറഞ്ഞു. അന്ന് തന്നെ സർജനെ കണ്ടു. അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത്, 5 ദിവസം മരുന്ന് കഴിക്കുക, അത് കഴിഞ്ഞിട്ട് അത് സർജറി ചെയ്ത് മാറ്റണം, അല്ലാതെ മരുന്നിൽ ഈ മുഴ മാറില്ല എന്നാണ് പറഞ്ഞത്. ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, നിൻ്റെ ശരീരത്തിൽ കത്തി വയ്ക്കാതെ ദൈവം നിന്നെ സുഖപ്പെടുത്തും എന്നാണ്. 3 ഹീലിംഗ് പ്രയറിന് വേണ്ടി പറഞ്ഞു. വളരെ വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും 3 ഹീലിംഗ് പ്രയറും അറ്റൻഡ് ചെയ്തു. എൻ്റെ വേദനയ്ക്ക് നല്ല വ്യത്യാസം വന്നെങ്കിലും മുഴയുടെ വലുപ്പത്തിലൊരു വ്യത്യാസം വന്നില്ല. പിന്നെ വീണ്ടും ബ്രദറിനെ കാണാൻ വേണ്ടി പോയപ്പം 1 മുതൽ 26 ദിവസം വരെ 1-ാം സങ്കീർത്തനം 1 ദിവസം, അങ്ങനെ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. 2-ാമത്തെ ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പം ആ മുഴയുള്ള ഭാഗത്ത് തീപ്പൊള്ളലേറ്റതുപോലെ ഒരു പൊള്ളി കയറി ഇങ്ങനെ വന്നു. 2 ദിവസത്തിന് ശേഷം അത് പൊട്ടി പഴുപ്പും ബ്ലഡുമായിട്ട് പോയി. വീണ്ടും ഇതുപോലെ തൊട്ടടുത്ത ഭാഗത്ത് തീപ്പൊള്ളൽ പോലെ ഉണ്ടാവുകയും അതും ഇതുപോലെ പൊട്ടി പഴുപ്പും ബ്ലഡുമായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇപ്പം ദൈവം എൻ്റെ ശരീരത്തിൽ വലിയൊരു അത്ഭുതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ ശരീരത്തിൽ മുഴയില്ല. അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിനും പ്രാർത്ഥിച്ച ദേവദാസനും ഒരുപാട് നന്ദി. ശക്തിയോടെ കരങ്ങളെ ചേർത്തിരിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമാണ്. തൻ്റെ ശരീരത്തിൽ ഒരു വളരെ വലിപ്പമുള്ളൊരു മുഴ രൂപപ്പെടുവാനിടയായിത്തീർന്നു. അവർ സ്കാനിങ്ങിന് പോയപ്പോൾ ക്യാൻസർ ആണെന്നുള്ള സംശയത്തിൽ എത്രയും വേഗം ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു, ഈ അത്ഭുതത്തിൻ്റെ തുടക്കം എന്നത് പ്രയർ ടവറിൽ നിന്ന് തുടങ്ങി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കാരണം ദേവദാസനെ പ്രയർ ടവറിൽ വന്ന് കണ്ടപ്പോൾ പറഞ്ഞു, അതായത് ചെക്കപ്പിന് പോകുന്നതിന് മുമ്പാണ് വരുന്നത്. വന്നപ്പോൾ ദേവദാസൻ പറഞ്ഞു, ഇത് പേടിക്കാനൊന്നുമില്ല, ഇത് ക്യാൻസറൊന്നും അല്ല, അങ്ങനെ ഭയപ്പെടാനൊന്നുമില്ല എന്ന് പറഞ്ഞു വിട്ടു. ഞാൻ മനസ്സിലാക്കുന്നു, താനത് വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്നത് ഓർമ്മയിരിക്കുന്നത് തന്നെ. ഹല്ലേലൂയ. താനത് മനസ്സിൽ താലോലിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഇത്രയും നാൾ കഴിഞ്ഞ് വന്നപ്പോഴും തനിക്ക് ആ വാക്ക് ഓർമ്മയുള്ളത്. അതിനർത്ഥം തൻ്റെ അത്ഭുതം തുടങ്ങുന്നത് എവിടെയോ ഒരു ദൈവത്തിൻ്റെ ശബ്ദം ഏറ്റെടുത്തത് മുതലാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തനത് ഏറ്റെടുക്കുകയും ചെക്കപ്പിന് കടന്നു പോകുന്നു. ചെക്കപ്പ് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കേട്ടു, എന്താ ക്യാൻസർ ഉണ്ടോന്നോ ഇല്ലയോ എന്ന് പറഞ്ഞേ. എന്താ പറഞ്ഞേ? ഉണ്ടോന്നും ഇല്ല, ക്യാൻസർ ഇല്ല എന്ന് ദൈവം ആമേൻ ഒരു നല്ല റിപ്പോർട്ട് നൽകി. ആ ദൈവത്തിന് ഒരിക്കൽ കൂടെ ഒന്ന് മഹത്വം കൊടുത്താട്ടെ. ദൈവം ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ഒരു സൗഖ്യത്തെ നൽകിയത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആദ്യം അത് ക്യാൻസർ അല്ല എന്നാവുന്നു, അത് ഇൻഫെക്ഷൻ ആണെന്ന് പറയുന്നു. പക്ഷെ വീണ്ടും ഡോക്ടേഴ്സ് പറഞ്ഞത് ഇത് വളരെ വലിപ്പമുള്ളത് കൊണ്ട് ഇത് സർജറി ചെയ്ത് മാറ്റേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും താൻ ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. ക്യാൻസർ ആണോ എന്ന് സംശയം പറഞ്ഞെടുത്ത് ക്യാൻസർ അല്ലാതെ ആക്കിയ ദൈവത്തിന് എൻ്റെ ഈ മുഴയെ സർജറി ഇല്ലാതെ മാറ്റുവാനായിട്ട് ശക്തനാണെന്നുള്ളൊരു ഉറപ്പോടുകൂടെ താൻ ഹീലിംഗ് പ്രയറിൽ പങ്കെടുക്കുവാനിടയായി തീർന്നു. ആദ്യത്തെ ഹീലിംഗ് പ്രയർ കഴിഞ്ഞപ്പോൾ തന്നെ തൻ്റെ വേദനയിൽ കുറവുണ്ട്, പക്ഷെ മുഴ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. വീണ്ടും താൻ ദൈവസന്നിധിയിൽ ഒരു പ്രെയർ ഷോളിനെ പറ്റി പറഞ്ഞു. പ്രെയർ ഷോൾ അതുപോലെ തന്നെ മറ്റ് പ്രാർത്ഥിച്ച പ്രോഡക്റ്റുകളും തന്നെ ഉപയോഗിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അടുത്ത ഹീലിംഗ് പ്രയറിൽ വന്നപ്പോൾ ഒരു തീപ്പൊള്ളലേൽക്കുന്നത് പോലെ ഒരു അനുഭവം തനിക്ക് ഉണ്ടാകുകയും ആ മുഴ പൂർണ്ണമായി തൻ്റെ ശരീരത്തിൽ നിന്ന് മാറുന്ന ഒരവസ്ഥ. ഒന്ന് കരമടിച്ചാൽ നല്ല ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസം കേൾവിയാലാണ് രൂപപ്പെടുന്നത്. ആമേൻ. വിശ്വാസം എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഒന്ന് പറഞ്ഞാട്ടെ. കേൾവിയാണ്. പറഞ്ഞേ, വിശ്വാസം എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഇത് ആരുടെ വാക്ക്? എൻ്റെ വാക്കല്ല, ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ശുശ്രൂഷകൾ ഓരോന്ന് അല്ലെങ്കിൽ അപ്പോസ്തലൻ്റെ ശുശ്രൂഷകൾ ഓരോന്ന് നോക്കുമ്പോൾ കാണുവാനേ കഴിയുന്നത് 100 കണക്കിന് ടെസ്റ്റിമണീസാണ് ദൈവത്തിൻ്റെ ആലോചന വിളിച്ചു പറഞ്ഞത് അംഗീകരിച്ച് അത്ഭുതമാക്കി പ്രാപിച്ചെടുത്ത സാക്ഷ്യങ്ങൾ. ആമേൻ.
കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പ്രെയർ ടവറിലിരുന്ന ദിവസം ഒരു ബ്രദർ വന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, തൻ്റെ ഒരു ടെസ്റ്റ് മണി ഇന്ന് ഒരു പക്ഷേ വൈകിട്ട് തിരുമല ചർച്ചിൽ പറയുമായിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, തനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ദൈവദാസൻ ഒരു ദൂത് വിളിച്ച് പറയാനിടയായിത്തീർന്നു. ഇങ്ങനെയായിരുന്നു, ഹൃദയത്തിനകത്ത് മുള്ളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആളുടെ മുള്ള് മാറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഏറ്റെടുത്തപ്പോൾ അത് എന്തൊക്കെ വിഷയമാണെന്ന് വൈകിട്ട് അവിടെ പറയുമായിരിക്കും, ഞാനിപ്പോൾ പറയുന്നില്ല. താൻ ഓരോ മുള്ളായിട്ട് മാറ്റി തൻ്റെ ജീവിതത്തിൽ ഇതുവരെ നടക്കൂല എന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ ദൈവം നടത്തി. ഹല്ലേലൂയ. ഇന്ന് അത്ഭുത സാക്ഷ്യം എന്ന കുടുംബമായി അവർ നിൽക്കുകയാണ്. ഇന്നൊരു ദൈവസന്നിധിയിൽ അവർ എന്നൊരു നേർച്ചയും കൂടെ ആയിട്ടാണ് ദൈവം സൗഖ്യമാക്കിയപ്പോൾ അതൊരു അനുഭവ സാക്ഷ്യം പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ചാക്ക് അരിയും ദൈവസന്നിധിയിൽ ദൈവനാമ മഹത്വത്തിനായിട്ട് ഷാലോ മന്ന നമുക്കറിയാം. ആമേൻ. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു പ്രവർത്തനം, അതിനുവേണ്ടി അവർ ദൈവസന്നിധിയിൽ ഒരു നേർച്ച നേരുക മാത്രമല്ല നിവർത്തിക്കുവാൻ ദൈവം സഹായിച്ചു. ആരാ വൈഫിനെ സുഖമാക്കി? ദൈവം. ഉറപ്പാണല്ലോ. അവൻ ആ ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കുക അവശക്തിയോടുകൂടെ.